ഇവിടെ കൊണ്ടുണ്ട് പൊക്കി പിടിക്കുമല്ല. എൻ്റെ പൊല്ലി എവിടെ നിന്നൊക്കെയാണ് ചാടുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് നമ്മുടെ ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കെട്ടുണ്ട്. അപ്പോൾ അച്ഛനും അതിൻ്റെ ഒരു കൂട്ടാനും കൂടെ വല വെക്കാൻ ഉണ്ടായില്ല. പൂമീൻ അത്യാവശ്യം ഒരു 10-25ഓളം നല്ല വലിയ പൂമീനാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. അപ്പോൾ അതിൽ കാണാം നമുക്ക് പിടിക്കണതും മീൻ ചാടിപ്പോണത് കുറേ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ ശീലാവ്, ഊളാഗ് എന്നൊക്കെ പറയും, അതിനെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കാണിക്കുക. അപ്പോൾ എന്തായാലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ. ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇനിയും കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. പോയാ ഇതേതാ? നീല വലയാണോ നീട്ടിയണോ? ഇത് ഡിസ്കോയാ? Anyada. Mira. Anyada. Ini angada kalanya. Orang kalanya. പാനീർന്ന തിരുതേക്കാൻ കൂടെ ആ വെറ്റിയത് പറ്റിയല്ലെങ്കിൽ ചെമ്പല്ലി തോന്നണ ചെമ്പല്ലിയാണോ? ഈ പുറത്തോട്ട് പോയി, പുറത്തോട്ടാണ്, പുറത്തോട്ട് പോയി. പുറത്തിടാലട വഞ്ചി. രണ്ടെണ്ണം പോയി. നടക്കൂ, നടക്ക്. ആ ഇനിയിപ്പോൾ 2-3 ചാടിപ്പോയി കേട്ടോ. ഒരു 3 ചാടിപ്പോയി, വലക്ക് അപ്പുറത്തോട്ട് പോയി. അവിടെ നിന്ന് ഇങ്ങനെ വടിച്ച് വല ഇങ്ങനെ അടുപ്പിച്ച് കൊണ്ടുവന്നു. ഇങ്ങനെ അടുപ്പിച്ച് ഇവിടെ മുട്ടിച്ചിട്ട് പിന്നെ ഇതിങ്ങനെ മുട്ടിച്ച് കൊണ്ടുവരും. അങ്ങനെ അതിൻ്റെ ഉള്ളിലിട്ടാണ് അതിനെ പിടിക്കുന്നത്. അല്ലാതെ അവിടെ നിന്ന് ചേർത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ചേർത്ത് കൊണ്ടുവരുന്നുണ്ട്. ഭൂമിയിലായതുകൊണ്ട് ഭയങ്കര ചാട്ടവും. ഞാനിവിടെ വഞ്ചിയിലിരിക്കുന്ന കേട്ടോ. അവിടെ ഉണ്ടായിരുന്നത് ഉണ്ട്. ഞാൻ വഞ്ചിയായിട്ട് കണ്ടിരട്ടെ. വഞ്ചിയായിട്ട് അങ്ങോട്ട് പോകും.
അഞ്ചര അടിയിൽ ഉടക്കുണ്ട്. ഒന്ന് കൈ കാണിച്ചേരി ചെണ്ണാണ് കാണട്ടാണ്ട്. ബാബുച്ചേട്ടാ കുടുങ്ങി കിടക്കണ. അവിടെയും കിട്ടി. ഇങ്ങനത്തെ ആ 2-3 ചാടിപ്പോതല്ലേ. മീനെയും കൂടെ പിടിക്കാം. ചേട്ടാ മുറുക്ക് ആ 2-3 ചാടിപ്പോയില്ല ഇപ്പൊ. ഇതിപ്പോ ശരിക്കും കൊണ്ടുവരുന്നുണ്ട്. കഴുത്തിലേക്ക് തന്നെ കയറിയിട്ടുണ്ട്. അതാ നെറ്റിൻ്റെ ഉള്ളിൽ ഇടണം. ചുരുങ്ങി വരുമ്പോഴാണ് മീൻ ചാടണത്. 2-3 ചാടിപ്പോവട്ടോ പുറത്തോട്ട്. ഇപ്പോൾ 2 കിട്ടിയതുണ്ട്. ഇനിയിപ്പോൾ ഇത് ചുരുങ്ങുമ്പോൾ അറിയാം. ഇത് ഭയങ്കര വെയിലാണ്, അതുകൊണ്ട് ശരിക്കും അത് കിട്ടണില്ല, ക്ലിയർ ആവണില്ല തോന്നുന്നു. അതിൽ പരമാവധി ഞാനിതിൽ സെറ്റാക്കി എടുക്കണുണ്ട്. അടുത്തൊരു മീൻ കൊണ്ടുവരുന്നുണ്ട്. ഒരെണ്ണം ചാടിപ്പോയി, ഒരെണ്ണം കൂടെ കൊണ്ടുവരുന്നുണ്ട്. വഞ്ചി എടുത്ത് നാട്ടിലല്ലേ. ഒരെണ്ണം ചാടി നേരെ വലയുടെ പുറത്തോട്ടാണ് പോയത്. ഇത് അവിടെ കിട്ടിയിട്ടുണ്ട്, അച്ഛൻ പിടിച്ച് വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ ഇടുക. നല്ല വെയിലാണ്, നല്ല കത്തിക്കരിയാണ് വെയിലാണ്. വീഡിയോയിൽ ഇത്തിരി ഇളക്കമൊക്കെ ഉണ്ടാവട്ടെ. നമ്മൾ വഞ്ചി തുഴയണോണ്ട് ക്യാമറ സ്റ്റാൻഡിലാണ് വെച്ചേന, അപ്പോൾ ആ ഒരു ചെറിയൊരു ഇളക്കം ഉണ്ടാവും. വഞ്ചിമൊന്ന് കഴിച്ചോ പോയി. ഏകദേശം ചുരുങ്ങി അടുത്തടുത്തായിട്ടോ.
അപ്പോൾ പറഞ്ഞാളും രണ്ട് വിടാനല്ലേ. നാലെണ്ണം കിട്ടി, 4 വല പിടിക്കുന്നു. ആ വല പിടിച്ചട്ടാ. ഇത് അച്ഛനൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഞാൻ അതിൻ്റെ പുറകെ വേറെ ഒരു വലയുള്ള വഞ്ചിയായിട്ട് പോകണേ. ഇത് അപ്പുറത്ത് മാറി അവിടെ ഒന്ന് വളഞ്ഞു നോക്കാമെന്ന് പറഞ്ഞാണ്. അപ്പോൾ എന്നാലും ബാക്കി അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. മറ്റേ വല നീട്ടണത് കാണിക്കാൻ പറ്റില്ല. ഞാൻ എത്തിയപ്പോഴേക്കും അച്ഛനൊക്കെ നീട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും ഇത് നമുക്ക് വല നീട്ടണം എന്തായാലും കാണിച്ചു തരാം കേട്ടോ. ഞാൻ അങ്ങോട്ട് ഇനി തുഴഞ്ഞെത്തട്ടെ. കാണാൻ പറ്റും. കഴിക്കും. ഇത്ര താഴ്ച ഉണ്ടാവും. ഒരെണ്ണം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിട്ട് പോയി പുറത്തേടി പോയി. അത് വലുതായിരുന്നു, ആ ചാടിപ്പോയി. ആ ചാടിപ്പോയത് വലുതായിരുന്നു. അടുത്തത് ഒരെണ്ണം അവിടെ കൊണ്ടുവരുന്നുണ്ട്. ഒരെണ്ണം പുറത്തോട്ടാണ് ചാടിയത്, വലയുടെ തൊട്ട് പറ്റേ. അത് ഇവിടെ ഒരെണ്ണം കൊണ്ടുവരണ്ട. അത് അകത്ത് തന്നെയാണ്, അകത്ത് തന്നെയാണ്. ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അവിടെ അടുത്തത് കൊണ്ടുവരുന്നുണ്ട്. ഏത് കല്ലാണ് ഇതാ?
ചേച്ചാ ഇവിടെ കൊണ്ടുണ്ട് പൊക്കി പിടിക്കുമല്ല എൻ്റെ വലിയ എവിടെ നിന്നൊക്കെയാണ് ചാടുന്നത്. പൊക്കോണവിടെ എവിടെ നിന്നൊക്കെയാണ് ചാടുന്നത്. നേരെ വന്നിട്ട് നിന്റെ നേരെ ഇവിടെ തന്നെ ഉണ്ടോ. അവിടെ പടിഞ്ഞാറ് വശം വള്ളിയാണ് ഒരെണ്ണം വള്ളി. വള്ളി ആ ഒരെണ്ണം കുറ്റി അവിടെ കൊണ്ടുവന്നു. ഇവിടെ പൊക്കോണേ ഇതിലെ വരുള്ളൂ. വലക അവിടെ നിൽക്കണേ മട കൊട്ടുമാറി ചാടി നല്ല വലുതായിരുന്നു. പക്ഷെ അത് വലയുടെ പറ്റിയെ കൂടെ പോയി. അകത്താണ് വലയുടെ പറ്റിയാണ് വീണത്. ചാടി നിൽക്കോളൂ. അവിടെ ഒരു കുറ്റി കൊണ്ടുണ്ടത്. ഇവിടെ ഒരു വള്ളിപ്പൂമിയാണ്. ആ ഇതിൻ്റെ കൂട്ടമായിട്ട് വന്നാണെന്ന് തോന്നുന്നു. വള്ളിഭൂമി ചത്തത്. ഇവിടെ 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 അതെ ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. ആ കല്ല് കൊണ്ടേക്കോ ബാബു. ആ കല്ലെടുത്ത് ദൈവത്തെല്ലോടും ആ അത് കൊണ്ടുവന്നു. ആ കൊണ്ടുവന്നു. വലുതാണ് വലുതാണ്. അതൊക്കെ മറ്റേ വലുത് വാങ്ങി കൊണ്ടുവരുന്നുണ്ട്. കല്ല് കൊണ്ടേക്കോ നോക്കിക്കണം. ആ ആ കഴിച്ചു. ഇവിടെ നോക്കിയിരുന്നില്ലെങ്കിൽ എവിടെ നിന്നൊക്കെ വന്ന് വീഴുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം എൻ്റെ പറ്റേ കൂടെയാണ് ഒരെണ്ണം പോയത്. മാലാപ്പൊടി കുറേ അവിടെ ചാടിപ്പോകും. അപ്പോൾ അവിടെ സെൻറ്ററിൽ വള്ളി കെട്ടിയിട്ട് വലിക്കണം. ഇപ്പോൾ ഇത് പറ്റിയതായിട്ട് കിടക്കണ 2 ഇതാക്കി അതേ സാധനം എവിടെ നിന്നൊക്കെ ചാടി വരുമെന്ന് പറയാൻ പറ്റില്ല. ഭയങ്കര പവറാണ് ചാടണതിനെ. അവിടെ ഒരു 3 ചാടിപ്പോയി. നീ അപ്പുറം നിൽക്കണ വലടാ. ആ വലയുടെ പറ്റ നിൽക്ക് നീ. അപ്പൊ അങ്ങോട്ട് പോകൂല. വലയുടെ പുറത്തു വാ.
ഒരെണ്ണം ചാടി വലയുടെ പറ്റെ പോയി വീണ്. കൊണ്ടില്ല. എവിടെ നിന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചാടി വീഴും. ഇവിടെ ചുറ്റും വല വളച്ചിട്ടുണ്ട്, എങ്ങോട്ട് ചാടുമെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് നല്ല അപ്പുറത്ത് അവിടെ വലിച്ചുകൊണ്ടിരിക്കേണ്ട അത് കാണാം. വലടുത്ത് ഇവിടം വരെ എത്തിയിരണം കേട്ടോ. 2 കള്ളിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അച്ഛൻ ഇവിടെ ഒന്ന് വലിക്കാനുണ്ട്. ബാബുച്ചേട്ടൻ ദേ അവിടെ പോകുന്നുണ്ട്. ഞാനിവിടെ വഞ്ചിയിലിരിപ്പുണ്ട്. ഇവിടെ അവിടെ കിട്ടിയിട്ടുണ്ടോ? ബാബുച്ചേട്ടനൊരെണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പം അതിന് കൊടുത്തിട്ട് വരാം. ബാബുച്ചേട്ടൻ അതിനെ പൊക്കി പിടിച്ചോണ്ടൊന്ന് വല പൊളിച്ചു പോവും. അതുകൊണ്ടാണ് കുടുങ്ങുമ്പോൾ തന്നെ എടുത്ത് വഞ്ചിയിലോട്ട് ഇടുന്നത്. കാറ്റ് പിടിക്കുന്നു. ഓ പുറത്തോട്ട് പോയി. 2 എണ്ണം ചാടി പുറത്തോട്ട് പോയി. ഒരു സൈഡ് മൊത്തത്തിൽ ചുരുക്കിയായിട്ടുണ്ട് വല. ഇതിവിടെയും കൂടി ഉണ്ട് ചുരുക്കാൻ. ഇവിടെ ഇപ്പോൾ ഏകദേശം ചുരുക്കി. അവിടെ ഒരെണ്ണം കൊണ്ട് കിടപ്പുണ്ട്. പിന്നെ ഒന്നും അനങ്ങിയിട്ടില്ല. നോക്കാം. അത് പഠിപ്പിച്ച് അതിൽ നിലവിൽ വേറെ ഒന്നും കണ്ടില്ല. കുറേ നമുക്ക് ചാടിപ്പോയല്ല. ഇനിയിപ്പോൾ ആ സൈഡ് കൂട്ടുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അവിടെ ഒരെണ്ണം കൊണ്ട് കിടപ്പുണ്ട്. അത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും നിലവിൽ കാണില്ല. നേരത്തെ ആവശ്യമായിട്ട് ഞാൻ ഒരു തൈലടിയിലിട്ടേക്കാം. നമുക്ക് നേരത്തെ വലനേലും കൂടുതൽ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതെ അവിടെ ഉണ്ടായിരുന്നട്ടാ. കൊണ്ടുവരണ്ട് ഇപ്പോൾ. ഞാൻ കണ്ടു ചെല്ലട്ടെ. എൻ്റെ വീട്ടിലാണ് എങ്ങാണ്ട് നിൽക്കണിരുന്ന വരെ അത്രയും വല ചേർന്നിട്ട് 2 എണ്ണത്തിനെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. അവിടെ പോയെടുക്കാം. അങ്ങനെ ഇതേ ഈ ഒരു സൈഡ് ചുരുക്കാട്ടോ. ഇതിലുണ്ടാവേണ്ടതാണ്. ഇത്രയും ചാടിയേക്കുന്ന സ്ഥിതിക്ക് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവേണ്ടതാണ്. ബാബുച്ചേട്ടൻ അവിടെ നിന്ന് ചുരുക്കാൻ പോകുന്നുണ്ട്. അച്ഛൻ്റെ ഇവിടെ നിന്ന് വലിക്കുന്നുണ്ട്. അവിടെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിനിപ്പോൾ എടുത്തിട്ട് വരാം. ഇപ്പം നേരത്തെ കുടുങ്ങി കിടന്നിരുന്നാണെന്ന് തോന്നുന്നു. ആള് ഡെഡായിട്ടുണ്ട്. വല ചുരുങ്ങിയൊരു വിധം എത്തിയിട്ടോ. പക്ഷേ ഒന്നും അനങ്ങിയിട്ടില്ല ഇതുവരെ. അതിലൊന്നും അനങ്ങണില്ല കേട്ടോ. ഏകദേശം വല ചുരുക്കി എത്തിയിട്ട് ഒന്നും അനങ്ങിയിട്ടില്ല. എല്ലാം കൊണ്ട് കിടക്കണ്ടെങ്കിലുള്ളു. അല്ലാണ്ട് ഇനി അനങ്ങാൻ ചാൻസ് കുറവാണ്. കാരണം കുറേയൊക്കെ ഇപ്പോൾ ചാടിപ്പോയല്ല. അങ്ങനെ പോട്ടണമെന്ന് തോന്നുന്നു. എന്നാലും നോക്കാം നമുക്ക്. ഇവിടെ എന്തായാലും നമുക്ക് നേരത്തെ അപ്പുറത്ത് നമുക്ക് അങ്ങനെ 4 എണ്ണത്തിനെ കിട്ടിയുള്ളൂ. കുറച്ച് ചാടിപ്പോയി. ഇവിടെ ചാടിപ്പോയെങ്കിൽ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് കാണിച്ചു തരാട്ടെ എന്തോരം കിട്ടിയിരുന്നു.
ഇത് അത്യാവശ്യം നല്ല വലിയൊരു കെട്ടാണ്ട്, 10 ഏക്കർ എന്നാണ് ഇതിനെ പറയണം. നമ്മുടെ വീടിൻ്റെ ചുറ്റുള്ളതാണ്. അപ്പോൾ അച്ഛനൊക്കെയാണ് ഇവിടെ വല വെക്കാറ്. എന്തായാലും അവിടെ വേറെ ഒന്നും ഇല്ല, വളരെ മൊത്തം ചുരുങ്ങിയിട്ടൊന്നും രക്ഷയില്ല. എന്തായാലും നോക്കാം. ഇനി എന്തായാലും വല പിടിച്ച് കൊണ്ടു നടക്കണേക്കെ നമുക്ക് എടുക്കാം. ഇത്രയും മീൻ കിട്ടിയിട്ടാ, ഒരെണ്ണത്തിന് അവിടെ കിട്ടി. ഇതിലെ പൂമീനാണിത്. ഇതല്ല, ഇതിന്റെ സൈസ് ഉണ്ട്. അപ്പോൾ അതേ നമ്മളിപ്പോൾ കിട്ടിയ മീനുകൾ എല്ലാത്തിനെയും കൂടെ ഐസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നാണ്. കെട്ടിൻ്റെ അവിടെ തന്നെ കളത്തി കൊണ്ടുവന്നാണ്. ഐസ് ഇപ്പോൾ അതേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്ന് ഐസ് ചെയ്ത് വെക്കണേന്. ബാക്കി ഇപ്പോൾ അതേ നമ്മൾ വല നീട്ടി ഇട്ടിട്ടുണ്ട്. അതിന് ഇതൊക്കെ ഐസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിടിക്കുകയുള്ളൂ. അതെ, ഇതിൽ കുറച്ചായിട്ട് ഐസ് ചെയ്ത് ഇടണേണ്. ഇനിയിപ്പോൾ അങ്ങനെ മീൻ ഇട്ടിട്ട് അതിന് മുകളിൽ ഐസ് ഇട്ട് അങ്ങനെ സെറ്റായിട്ടാണ് നമ്മൾ വെക്കണത്. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ മറ്റേ വല പിടിക്കുമ്പോൾ അതിൽ അത്യാവശ്യം വേറെ എന്തെങ്കിലും മീനൊക്കെ ഉണ്ടാവേണ്ടതാണ്. കാരണം തൂമ്പിൻ്റെ കുഴിയിലാണ് ഇപ്പോൾ നീട്ടിയേക്കണത്. അപ്പോൾ എന്തായാലും നമുക്ക് അതും കാണാം. അങ്ങോട്ട് എന്നാ ഉള്ള കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതേ ഇവിടെ തുമ്പുംകുഴിയിൽ നമുക്കൊരു ഊളാകിനെ കിട്ടിയിട്ടാ. ഊളാഗ് ശീലാവ് എന്നൊക്കെ പറയും. അതെ, അതിനെ കിട്ടിയത് നമുക്കൊരു 3 കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതേ വല പിന്നെയും ചുരുക്കിക്കൊണ്ടിരിക്കുന്നതാണ്. കൊണ്ടുണ്ട് എന്താണ് നേരത്തെ വല വലിക്കണുണ്ടായിരുന്ന ഊളാഗ്. തൂമ്പുംകുഴിയുടെ അവിടെ അത്യാവശ്യം നല്ല വലിയ മീനുകളൊക്കെ ഉണ്ടാവണതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഡിസ്കോ വലയുടെ മുകളിൽ കൂടെ നമ്മുടെ ഈ നീലവലയുണ്ട്, അതും കൂടെ നീട്ടിയിട്ടുണ്ട് ചുറ്റിനും.
അതിൻ്റെ ചുറ്റിനും. അപ്പോൾ അല്ലെങ്കിൽ ഇത് പൊളിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ നീട്ടിയിട്ട് ഇപ്പോൾ ഞാൻ അച്ഛനും കൂടെ ചുറ്റും വളച്ചിട്ടതാണ്. ആ പരത്തുമ്മ ഉടക്കി നിർത്തിക്കോ, എന്നിട്ട് വലിച്ചു വാങ്ങി മറ്റേ പോലെ ആ പരത്തുമ്മ ഉടക്കി നിർത്തിക്കോ. നമ്മൾ ആ വല ഒരു ദിവസം ചുരുക്കിയൊക്കെ കഴിഞ്ഞിട്ടാ. ഏകദേശം ഒന്നും വേറെ ഒന്നും കാര്യമായിട്ട് കിട്ടിയില്ല. അപ്പോൾ അതായത് നമുക്കൊരു കറൂപ്പിനെ കിട്ടി. അപ്പോൾ അത് ഇതേ അഴിച്ചെടുക്കണേണ്. പിന്നെ കുറച്ച് മീൻ കൊണ്ട് കിടന്നുള്ളൂ, അല്ലാണ്ട് വേറെ മീനുകളൊന്നും കണ്ടില്ല. അപ്പോൾ ആ കറൂപ്പിനെ അച്ഛൻ അഴിച്ചെടുക്കണേണ് അതിൽ നിന്ന്. പിന്നെ ഒരു 2-3 പൂമീനും മറ്റേ ഊളാഗ് അതൊക്കെയാണ് കിട്ടിയത്. നമ്മളിവിടെ ചെമ്പല്ലിനെയൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു, പക്ഷേ അതൊന്നും കിട്ടിയില്ല ഇവിടെ നിന്ന്. അതേ അവർ വല പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതേ അതിൻ്റെ ഇടയിൽ ഒരു ശീലാവിനെയാണ് കിട്ടിയത്. അത്യാവശ്യം കിട്ടിയതിൽ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വലുതാണ് കേട്ടോ. അത് അത്യാവശ്യം നല്ല രീതിക്ക് ചുറ്റി പിണഞ്ഞു പോയി. നമുക്ക് അത്യാവശ്യം ഒരു വലിയൊരു വള്ളിപ്പൂമീനും കിട്ടിയേട്ടാ. അത് അവർ വലയിൽ നിന്ന് പിടിക്കാണ്ട്. ഊളാഗ് ഒരെണ്ണം കിട്ടി. ഒരു 4 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഊളാഗ്. അപ്പോൾ അത് ഏകദേശം ഇരുട്ടായി തുടങ്ങി കേട്ടോ. സൂര്യനൊക്കെ അസ്തമിച്ച് തുടങ്ങി. അപ്പോൾ അതേ വല ഒരു വിധം തീരാറായി. ഇനി കുറച്ചും കൂടെ ഉള്ളു പിടിച്ച് കയറ്റാനായിട്ട്. ഇതാണ് കേട്ടോ കെട്ടിൻ്റെ തൂമ്പുംകുഴിയുടെ ആ ഭാഗമാണത്. ഏതാണ് തൂമ്പൊക്കെ ആ സൈഡിലാണ് വന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് നേരത്തെ കിട്ടി, അപ്പുറത്ത് നമ്മൾ വല കിട്ടിയതിൻ്റെ അത്രയും മീൻ കിട്ടിയില്ല, അതിലും കുറവായിരുന്നു. എന്നാലും സൂര്യൻ അസ്തമിച്ച് ആ മേഘത്തിൻ്റെയൊക്കെ ഇത് മങ്ങി തുടങ്ങി. അപ്പോൾ ബാക്കി നമ്മൾ ഇപ്പോൾ കിട്ടിയ മീനുകളെയൊക്കെ ഇനി ഐസ് ചെയ്യാൻ വേണ്ടി പോണേ. അപ്പോൾ ഇതും കൂടെ ഐസ് ചെയ്ത് വെച്ചിട്ട് ഇനി നാളെ വെളുപ്പിനെയാണ് ഇത് കൊണ്ടുപോയി കൊടുക്കുകയുള്ളൂ, മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കുകയുള്ളൂ. പിന്നെ അത് കുറച്ച് പൊടി മീനുകളും ഉണ്ട് കേട്ടോ, കരിമീനും അതൊക്കെ ആയിട്ട്. അതുകൊണ്ട് ഇതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ലൈറ്റ് ഒന്ന് ഡിമ്മായി, കാരണം ഇതായാലും ഇരുട്ടായി തുടങ്ങി. എന്നാലും നമുക്ക് ഇതുങ്ങളെ ബാക്കിയുള്ളതിനൊക്കെ ഐസ് ചെയ്ത് വെക്കാം. നമുക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയ ഉളാഗ് ഇതാണ് കേട്ടോ. അപ്പോൾ അതിനെ നമ്മൾ ഐസ് ചെയ്യാൻ വേണ്ടി അതിലോട്ട് ഇടണേണ്. ആ ബോക്സിലിട്ടിട്ട് അത് കൊള്ളനുണ്ടായിരുന്നില്ല, അപ്പോൾ ചരിച്ച് ഇതാക്കിയാണ് അതിനെ വെച്ചത്. അതേ ബാക്കിയുള്ളതിനെ അതിലിട്ട് ഇനി സെറ്റാക്കണേണ്. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ ഇരുട്ടായി. അപ്പോൾ ഇനി വേറെ വല കിട്ടണില്ല, ഈ മീനൊക്കെ എല്ലാം ഐസ് ചെയ്യണതാണ് ഇനിയിപ്പോൾ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇനിയും കിട്ടാനായിട്ട് എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇനിയും ചെയ്യാനുള്ളൊരു പ്രചോദനം കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ.